ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹായ് ഹലോ നമസ്കാരം, വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല കറിയാണ്. ഓരോ രീതിയിലാണ് ഓരോ സ്ഥലത്തും മസാല കറി ഉണ്ടാക്കുക അല്ലേ. നേരെ മറിച്ച് പാലക്കാട് ഉണ്ടാക്കുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താ ചെയ്യേണ്ടതെന്നുള്ളതും നോക്കാം കേട്ടോളൂ. പാലക്കാട് മസാല കറി എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, മല്ലി മുളക് അങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ച് അങ്ങനെയുള്ളൊരു രീതിയിലാണ് മസാല കറി വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇന്ന് എന്താ പറയുക, ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടി ഇട്ടിട്ടാണ് കേട്ടോളൂ മസാല കറി വെക്കുന്നത്. പട്ടാണി ഉണ്ടല്ലേ മേ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ പട്ടാണിയും കൂടി ഇട്ടിട്ട് നമുക്ക് മസാല കറി വെക്കാം. ചപ്പാത്തിക്ക് ചോറിനൊക്കെ നന്നായിരിക്കും. ഇപ്പോൾ ഒരു 1.5 പിടിയോളം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരയ്ക്കും നമുക്കൊന്ന് വറക്കണം. ഡ്രൈ പാനാണ്. പട്ടാണിയൊക്കെ നല്ലോണം ഉണ്ട്, കുറച്ചൊന്നുമല്ല. വേറൊരു പാക്കറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ കുറച്ച് ഇട്ടാൽ മതിയെന്ന് മാത്രം. ഇനി ഇത് ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമ്മൾ ഇവിടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഓക്കെ, മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, അങ്ങനെ ഒരു രീതിയിൽ ഈ 3 പൊടികളും അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യും. ആ ഫ്രൈ ചെയ്തതിൽ കൂടിയിട്ട് നമ്മൾ കുറച്ച് ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ ആവട്ടേട്ടുള്ളൂ. അപ്പോൾ നോക്കൂ, ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ലൈറ്റായിട്ട് ആയാൽ മതിയിട്ടുള്ളൂ. ഇനി നമ്മൾ എടുത്തു വെച്ച കംപ്ലീറ്റ് പൊടി 3 പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറക്കും. ഒന്ന് പച്ചമണം പോട്ടെ. എന്നിട്ട് ചെറിയ ഉള്ളി ഇടാം കേട്ടോ. നന്നായിട്ടൊന്ന് വണക്കി കൊടുക്കുക. അച്ചവിടെ ഗംഭീരമായിട്ട് സിമ്മാണ്. പച്ച മണം പോകണം. ഓക്കെ, ഇനി നമ്മൾ ഒരു 6 ചെറിയ ഉള്ളി 2 മുറിച്ചത് അതിലേക്ക് ഇടും. അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റണം. എന്നിട്ട് അങ്ങനെ ഓഫ് ചെയ്യണം. ചെറിയ ഉള്ളി മൂക്കുക, അതിൽ കിടന്ന് ഇതാവുക, അതൊന്നും പാടില്ല. മസാല തട്ടിക്കഴിഞ്ഞാൽ ഉടൻ, ഒന്ന് ഇളക്കിക്കഴിഞ്ഞാൽ ഉടൻ അങ്ങനെ ഓഫ് ചെയ്യാട്ടുള്ളൂ. ഇനി ഇത് ആറട്ടെ. ആറിക്കഴിഞ്ഞാൽ ഇതൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് കോളിഫ്ലവർ, നമ്മുടെ ഉരുളക്കിഴങ്ങ്, പട്ടാണി, വീണ്ടും കുറച്ച് ചെറിയ ഉള്ളി, തക്കാളി ഒക്കെ കൂടി മുറിച്ചെടുക്കാം. അപ്പോൾ ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയണത്, നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. കടുക്, 2 വറ്റൽമുളക്, അതങ്ങോട്ട് നല്ലോണം ഇടുക. എന്നിട്ട് കറിവേപ്പില ഒരു 15-20 ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചത്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. നല്ലോണം വഴറ്റണം കേട്ടോ. ഇനി നമ്മൾ ഒരു തക്കാളി മുറിച്ചിട്ട് ഇതിൽ കൂടെ ഇടും. ഇതൊന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ തക്കാളിയും കൂടി ഇടും. അപ്പോൾ ഒരു തക്കാളിയും കറിക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കിടന്ന് ഈ തക്കാളിയൊക്കെ ഒന്ന് പകുതി ഉടഞ്ഞ പോലെ ആവണ സമയത്ത് അടച്ചു വെച്ച് ഒഴിക്കുക. എന്നിട്ട് ഉടഞ്ഞ പോലെ ആവണ സമയത്ത് നമുക്ക് അരപ്പ് ഒഴിക്കാട്ടുള്ളൂ. എന്താ സ്വാദറിയോ, ചോറ്, ചപ്പാത്തി, ദോശ
അപ്പോൾ ഇതാവട്ടെ. അപ്പോൾ ഇത് തക്കാളി കണ്ടോ ആയിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ട് ഒട്ടഞ്ഞ് ഇതായിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് വെള്ളമാക്കണം. വീട് മുഴുവൻ മണക്കും. ഇനി ഇത് നമുക്ക് നല്ല പോലെ തിളച്ച് ആ ഒരു എണ്ണ തെളിയണം. അപ്പോഴേ നമ്മൾ പച്ചക്കറി ഇടുള്ളൂ. ഇനി ഇത് വെള്ളം ഒഴിക്കട്ടെ. ഒന്ന് ഒലുമ്പിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കാം കേട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ടോ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നീറ്റായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇവിടെ പട്ടാണി, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ ഇട്ടുള്ളൂ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ, കോളിഫ്ലവർ ഇങ്ങനെ കുറച്ച് വലിയ പീസായിട്ട് എടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നന്നായിരിക്കില്ല. ഇനി ഇത് ഇട്ട് കൊടുക്കാം. ഇതെന്താ ഇത്ര പോത്തനായിട്ട് ഇട്ടിരിക്കണമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ വേകുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോഴാണ് ആ മസാലക്കറിക്ക് തന്നെ ഒരു ഭംഗി വരിക. അതല്ലാണ്ട് കുരുകുരോന്ന് അരിയരുത് കേട്ടോളൂ. കുറച്ച് പോത്തനായിരിക്കട്ടെ. ഇനി ഇത് അടച്ച് വെച്ച് നമ്മൾ വേവിക്കും. നമ്മുടെ മസാലക്കറി നോക്കൂ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ ഒന്നും തന്നെ ഉടഞ്ഞിട്ടില്ല. ഇതാണ് നമുക്ക് വേണ്ടത്. കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഒന്നും തന്നെ കണ്ടോ, കോളിഫ്ലവറൊക്കെ കിടക്കണത്, ഉരുളക്കിഴങ്ങും ഒക്കെ കിടക്കണത് ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. അത്രയേ ഉള്ളൂ. നമ്മുടെ മസാലക്കറി റെഡിയായി കഴിഞ്ഞു. ഉണ്ടാക്കി നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവൂട്ടുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.